ഗൈസ്, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ആ സപ്പോർട്ട് ഏരിയയിൽ വന്ന് ഒരു റിജക്ഷൻ സംഭവിച്ചു. അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷനായി. ഇപ്പോൾ നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ ഒരു 19,350 ഒരു കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ആ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 25 പോയിൻ്റ് SL വയ്ക്കാം. തൊണ്ണൂറ്റഞ്ചിലാണ് ബൈ ചെയ്തത്. ഒരു 70 പോയിൻ്റ് നമ്മൾ SL വെച്ചിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പം ഗൈസ്, നമ്മുടെ SL ഹിറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 1252 രൂപ നമുക്ക് SL ആയിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് നോക്കുന്നില്ല. ഒരു ട്രേഡ് കൂടെ കൂടി എടുക്കും. അത് നമ്മൾ നല്ലൊരു വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മളിന്ന് രാവിലെ നമ്മളൊരു ബ്ലൈൻഡ് സ്ട്രാറ്റജി നോക്കിയായിരുന്നു. അതും ഇന്ന് വർക്കൗട്ടായില്ല. രണ്ട് സ്ട്രാറ്റജി ഉണ്ടായി, രണ്ടും വർക്കൗട്ടായില്ല. നമുക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയയിൽ വരുമ്പം ഒന്നും കൂടെ ഒരു ട്രേഡ് എടുക്കാനാണ് പ്ലാൻ. നമുക്ക് എന്തായാലും മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മുടെ ഏരിയ എത്തുമ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ബൈ ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു SL വെച്ച് ഒന്ന് ബൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ സപ്പോർട്ട് ഏരിയയിലേക്ക് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു 19,300 ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ. അത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. നമ്മുടെ ആ സപ്പോർട്ട് ഏരിയയിൽ വന്ന് 2-3 റിജക്ഷൻ കാണിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പൊസിഷൻ നമുക്കങ്ങ് ബൈ ചെയ്യാം. ഏകദേശം 101 രൂപയ്ക്കാണ് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. 101 രൂപയ്ക്കാണ് നമ്മൾ ബൈ ചെയ്തേക്കുന്നത്. നമ്മൾ എന്നിട്ട് SL വയ്ക്കുന്നത് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ആ ഒരു എൻഡിൻ്റെ ആയിട്ടാണ് നമ്മൾ SL വയ്ക്കുന്നത്. ടാർഗറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മുകളിലുള്ളൊരു സോൺ അല്ലെങ്കിൽ നമ്മുടെ R1 ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമുക്ക് SL കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഏകദേശം ഒരു 15 പോയിൻ്റാണ് SL ആയിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 25 പോയിൻ്റൊന്നും വയ്ക്കുന്നില്ല. ചെറിയൊരു SL മതി. കാരണം ഓൾറെഡി നമ്മളൊരു ലോസിലാണ് നിൽക്കുന്നത്. അപ്പം വീണ്ടും ഒരു ഹ്യൂജ് എമൗണ്ട് ലോസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു 15 പോയിൻ്റ് SL ഒരു 85 രൂപയിലാണ് നമ്മൾ SL ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഒന്നെങ്കിൽ ഒന്ന് SL ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. നമ്മുടെ ആ ഒരു ഏരിയയിൽ നിന്നും ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഏകദേശം നമ്മളൊരു SL റിക്കവർ ആവുന്ന രീതിയിലാണ് ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ആയതുകൊണ്ട് ആകെ 1,100 രൂപ പ്രോഫിറ്റിൽ മാർക്കറ്റ് പോവുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ആ ടാർഗറ്റ് ഏരിയ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കുള്ള ഒരു പ്രോഫിറ്റിൽ നമുക്കൊരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. നമ്മൾ ടാർഗറ്റ് വരെ നിൽക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഇത് രാവിലെ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്തത്. 9:45. ഇപ്പോൾ ഏകദേശം 1 മണിയാവുന്നു. ഇതുവരെയും ഈ ഒരു റേഞ്ചിൽ തന്നെ ആ മാർക്കറ്റ്
മൂവ്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ മുകളിലോട്ട് പോകും. വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയ വരും, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ആ ഒരു റേഞ്ചിൽ കിടന്ന് മാർക്കറ്റ് കളിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ചിലപ്പോൾ മിക്കവാറും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ഒരു റേഞ്ച് എത്തുമായിരിക്കും, ഈ ഒരു ഏരിയയിൽ എത്തുമായിരിക്കും. നമ്മളതുവരെ ഒന്നും നിൽക്കുന്നില്ല. നമ്മുടെ പൊസിഷനുള്ളത് വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 592 രൂപയ്ക്ക് നമ്മൾ എക്സിറ്റ് ചെയ്തു. രാവിലെ ഒരു 1280 രൂപ നമുക്കൊരു ലോസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാഫ് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 600 രൂപ നമുക്കിന്ന് ലോസാണ് മാർക്കറ്റിൽ. അപ്പം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ നമുക്കിനി അടുത്തൊരു നല്ലൊരു ട്രേഡിംഗ് സെഷനായിട്ട് കാണാം. ഓക്കെ ഗൈസ്.